ഞാൻ മജീദാണ്. ഞാൻ ഇന്നലെ ഒരു ബിൽഡിങ്ങിൻ്റെ തേപ്പ് പോയി നോക്കി. അത് പറയണ മുന്നേ എനിക്ക് 3 കാര്യം പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, തേപ്പിൻ്റെ വർക്ക് കരാറ് എടുത്തിട്ട് പണിക്കൂലി ഒക്കണില്ല എന്ന് പറയുന്ന മലയാളീസ് കേൾക്കാനും, അതേമാതിരി പിന്നെ തുണിക്കട, അതേമാതിരി പലചരക്ക് കട, അതേമാതിരി ചിക്കൻ കട, മീൻ കട, പിന്നെ ഇറച്ചിക്കട, ഈ സ്ഥാപനത്തിൽ കച്ചവടം ചെയ്യണ കച്ചവടക്കാർ കച്ചവടം കിട്ടണില്ല എന്ന് പറയുന്ന കച്ചവടക്കാർ കേൾക്കാനും, അതേമാതിരിയല്ല അതോടൊപ്പം ഞാനിപ്പോൾ 2 ദിവസം മുന്നേ മലപ്പുറം കളക്ടർ ഓഫീസിലേക്ക് പോയിരുന്നു. എന്നുവെച്ചാൽ ഒരു ഹിയറിങ്ങിനായി എന്നോട് ചെല്ലാൻ. എന്നിട്ട് എന്നോട് അവിടുത്തെ ഒരു ഓഫീസർ ഈ പണിനെ പറ്റി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പണിക്കൂലി ഒക്കാത്തതെന്ന് ചോദിച്ചറിയാൻ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ പറഞ്ഞു തരാം. അതിൻ്റെ മുന്നേ ഞാൻ ആ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഈ മൊത്തം കരാർ എടുക്കുന്ന കോൺട്രാക്ടർമാരെ സമരം ഞാൻ നിങ്ങൾക്ക് ആദ്യം കേൾപ്പിച്ച് തരാം. ഓക്കെ, എന്താണത്? ടിക്കറ്റ് വേണ്ട, പാർട്ടിൻ്റെതാ? പാർട്ടി ഏത് പാർട്ടിൻ്റെ അല്ലേ? ഞാൻ ഗ്രൂപ്പ് കൂടി ഇടാനാ. എന്താണ് അത്? പിന്നെ ഇത് കൂലിയൊക്കെ അതോടെ അതോ എനിക്കറിയാം. അതെ 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 അതിനെതിരെ പിന്നെ ബിൽഡിംഗ് മെറ്റീരിയലിന്റെ വില വർധനവിനെതിരെ ഏതായാലും ആൾക്കാർ അറിഞ്ഞോട്ടെ അല്ലേ? ഓക്കെ, കരാറുകാർക്ക് ലൈസൻസ് അനുവദിക്കുക, നദികളിലെ മണൽ വാരൽ ഉടൻ ആരംഭിക്കുക, അപ്പോൾ എന്നെപ്പോലെ വീടിൻ്റെ തേപ്പിൻ്റെ വർക്ക് ചെറിയ റേറ്റിന് എടുത്തിട്ട് എഴിഞ്ഞ് പണിക്കൂലി ഒക്കാത്ത മലയാളി പണിക്കാർ കണ്ടില്ലേ? ആ കോൺട്രാക്ടർമാരുടെ ഒരു സംഘബലം, അവരുടെ ഒത്തൊരുമ, ഇതേമാതിരി നമ്മളും തന്നെ ഒറ്റക്കെട്ടായിങ്ങാണ്ട് ഒരു സംഘടന നമുക്ക് ഉണ്ടാക്കണം. അതിന് എന്താ വേണ്ടത്? നമ്മളൊരു ഐക്യം വേണം. ഓക്കെ, ഇനി രണ്ടാമത്, കട, മീൻകട, അതേമാതിരി ചിക്കൻ കട എന്നീ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് കച്ചവടം കമ്മിയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് കച്ചവടം ഉണ്ടാകുക? നിങ്ങൾ ഈ 10,000 15,000 ഈ റേറ്റ് കമ്മിയാണ്ട് ബംഗാളികൾ രാവിലെ 7 മണി തൊട്ടുകാണ്ട് രാത്രി 8 മണി 9 വരെ അവർ കഷ്ടപ്പെട്ടുകാണ്ട് തന്നെ അവിടെ പണിയെടുക്കണേ. എന്നിട്ട് ഈ 15,000-നും ഈ 15,000-നും ഈ ലാഭത്തിന് നിങ്ങൾ വേറെ ബംഗാളിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് പണിയില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളവിടേക്ക് സാധനം മേടിച്ചാൽ വരിക? ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് പണി ഉണ്ടെങ്കിലുള്ളൂ ഞങ്ങളെ കയ്യിൽ പൈസ ഉണ്ടാകുക. എന്നാലുള്ളൂ നിങ്ങളെ കടയിൽ നിന്ന് തുണി അണിച്ചാലും ഇറച്ചി അണിച്ചാലും പലർക്ക് അണിച്ചാലും ചായപ്പൊടി അണിച്ചാലും പഞ്ചസാര അണിച്ചാലും അരി അണിച്ചാലും നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ഞങ്ങൾക്ക് കയ്യിൽ പൈസ വേണം. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസ വേണമെങ്കിൽ ഞങ്ങൾക്ക് പണിക്കൂലി വെക്കണ റേറ്റിന് ഞങ്ങൾക്ക് പണി തരണം. ഓക്കെ, അല്ലാതെ പിന്നെ മോങ്ങിയിട്ട് കാര്യമില്ല. കച്ചവടമല്ല എന്ന് പറഞ്ഞിട്ട് മോങ്ങിയിട്ട് ഒരു കാര്യമല്ല. കാരണം കുറേ കച്ചവടക്കാരനെയാണ് ഓർക്ക് ഈ 10,000 15,000-നും ഈ ലാഭം നോക്കിയാണ് ബംഗാളികൾക്ക് ഇപ്പോൾ പണി കൊടുക്കുന്ന കുറേ കച്ചവടക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം. ഇനി മൂന്നാമത്തെ കാര്യം, ഞാൻ കളക്ടറുടെ അവിടെ പോയ ഒരു കാര്യങ്ങളും പറയട്ടെ. ഹിയറിങ്ങിനായി കളക്ടർ ഓഫീസിൽ പോയത് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു തരാം. ആദ്യം ഞാൻ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പോയി. അവിടെ പോയി അപേക്ഷ കൊടുത്തിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ലേബർ കമ്മീഷൻ്റെ വീട്ടിൽ കത്തയച്ചു. കേരളത്തിൽ ഒരു മേശരിക്ക് 890, ഹെൽപ്പർക്ക് 770 ഉറുപ്പിയും. ആ കൂലി ഒക്കില്ലെങ്കിൽ അടുത്ത ലേബർ ഓഫീസിൽ പോയി ബന്ധപ്പെട്ടാന്ന് മതി പറഞ്ഞിട്ട് ആ കൂലി ഒക്കാത്തത് കൊണ്ട് മലപ്പുറം കളക്ടർ ഓഫീസിൽ പോയിക്കാണ്ട് ബന്ധപ്പെട്ടു. അവിടെ ഒരു നിവേദനം കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് കളക്ടർ ഓഫീസിൽ എനിക്കൊരു കത്ത് വന്നു. ഇന്ന ഡേറ്റിൽ ഹിയറിങ്ങിനായി കളക്ടർ ഓഫീസിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ജൂലൈ മാസം 30-ാം തീയതി ഞാൻ 3 മണിക്ക് കളക്ടർ ഓഫീസിൽ പോയി. അതിലവിടുന്ന് സാറന്മാർ ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം ചോദിച്ചു. അപ്പോൾ ഞാൻ പ്രശ്നം പറഞ്ഞു. എന്ന് വെച്ചാൽ ഈ
ഒരു 10 കൊല്ലം മുന്നേ കേരളത്തിൽ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ തേപ്പിന് 80,000 90,000 രൂപ കിട്ടിയിരുന്നു. ഇപ്പോൾ ഈ പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ ബംഗാളികൾ എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ എല്ലാവരും മലയാളീസും ബംഗാളികളും എല്ലാവരും ഇപ്പോൾ പണിയെടുക്കണം സാറേ. എന്ന് വെച്ചാൽ അവർ ഈ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ തേപ്പ് പിന്നെ ഈ പിന്നെ 55,000 60,000 65,000 എടുത്തിട്ട് അവർ രാവിലെ 7 മണി തൊട്ടുകാണ്ട് രാത്രി 8 മണി 9 മണി വരെ അവർ പണിയെടുക്കുന്നത്. ചില പണിയുമ്പോൾ അവർക്കും കൂലി വെക്കണില്ല. അപ്പോൾ അവർ ആ റേറ്റിന് എടുത്തിട്ട് ഞങ്ങൾ ആ റേറ്റിന് എടുക്കണില്ല എന്ന് കരുതി നിൽക്കും. പക്ഷേ ഞങ്ങൾ എടുക്കില്ലാതെ വേറെ മാർഗ്ഗമല്ല സാറേ. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പിന്നെ വെച്ചാൽ പിന്നെ ഭാര്യമാരും പിന്നെ ഭാര്യയും കുട്ടികളും പിന്നെ ഉമ്മമാരും ഉപ്പമാരും അച്ഛനും അമ്മയൊക്കെയല്ലേ. അപ്പോൾ ഞങ്ങൾ പിന്നെ ആ റേറ്റിന് എടുത്തിട്ട് ഞങ്ങൾക്ക് പണിക്കൂലി ലാസ്റ്റ് ഒക്കണില്ല. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ഒരു 10,000 15,000 രൂപ വരെ ഞങ്ങൾക്ക് നഷ്ടം വരികയാണ്. അങ്ങനെ എത്ര കാലം ഞങ്ങൾ അങ്ങനെ എടുത്ത് മുന്നോട്ട് പോകാത്തതിന് അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ചെയ്തു തരണമെന്ന് ഞാൻ ആ സാറിനോട് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു നിങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്, നിങ്ങൾക്ക് കൂലി ഒക്കാത്തത് ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും 1000 സ്ക്വയർ ഫീറ്റിൻ്റെ നോർമൽ പിന്നെ വർക്ക് എന്ന് വെച്ചാൽ കൂടുതൽ പിന്നെ വർക്കില്ലാത്ത ഡിസൈൻ വർക്കില്ലാത്ത 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടിന് 80,000 രൂപ ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പിന്നെ നിയമം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സാറ് പറഞ്ഞു ഞാൻ പിന്നെ ഇത് വെച്ചാൽ പിന്നെ തിരുവനന്തപുരം പിന്നെ സെക്രട്ടേറിയറ്റിക്ക് ഇതിൻ്റെ പിന്നെ റിസൾട്ട് നിങ്ങൾ പറഞ്ഞത് ഞാൻ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കണേ. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഫീൽഡിൽ ഈ താഴെത്തട്ട് പണിയെടുക്കണ മലയാളി പണിക്കാർ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ഞാൻ ആദ്യം കാണിച്ചു തന്ന ആ സംഘടനയുടെ ആ ബലമല്ലേ, അതേമാതിരി നമ്മൾ ഒരു സംഘടന ആയിക്കാണ്ട് ഒറ്റക്കെട്ടായി നിന്നുകാണ്ട് നമ്മൾ അതേമാതിരി നമ്മൾ തിരുവനന്തപുരത്ത് പോകണമെങ്കിൽ നമ്മൾ പോകേണ്ടി വരും. അവിടെ തന്നെ ഒരു ഫ്ലെക്സ് ബോർഡ് പിന്നെ നമ്മൾ പിന്നെ ഉണ്ടാക്കുക. അതിൽ ഈ പിന്നെ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും ഫ്ലെക്സ് ബോർഡിൽ എഴുതി ചേർത്തുകൊണ്ട് നമ്മൾ അവിടെ പോയാണ്ട് സൈലൻറ്റ് സമരം ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെ പിന്നെ എന്നാലുള്ള ഇതിന് എന്തെങ്കിലും ഒരു മാർഗ്ഗം സർക്കാർ ഉണ്ടാക്കി തരും. അല്ലാതെ നമ്മൾ ഒരാൾ രണ്ടാൾ എന്തെങ്കിലും ഇപ്പോൾ പറഞ്ഞു എഴുതിയാണ്ട് ഇതിനൊരു പരിഹാരം കാലാകാലം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഫീൽഡിൽ എന്നെ പോലെ പണിയെടുക്കുന്ന ആൾക്കാർ പിന്നെ ഉണ്ടെങ്കിൽ നമുക്കൊരു സംഘടന ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. 90 48 99 35 48 ഈ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. ഓക്കെ. പിന്നെ എനിക്ക് ഈ കടക്കാരോട് ഇപ്പോൾ പറയാനുള്ളത് ലാസ്റ്റ് ഇപ്പോൾ പറയാനുള്ളത് ഈ നിങ്ങളവിടെ അരി പച്ചക്കറി ചിക്കന് അതേ തുണികളൊക്കെ മേടിക്കണമെങ്കിൽ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് പണി വേണം. എന്നാൽ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് പണി ഉണ്ടെങ്കിലുള്ളൂ നിങ്ങളെ കടയിൽ നിന്ന് വന്നുകൊണ്ട് പൈസ കൊടുത്താണ് സാധനം മേടിക്കാൻ പറ്റുക. ഓക്കെ. ഞങ്ങൾക്ക് കൂലി വെക്കണ റേറ്റ് തന്നാൽ മതി. അല്ലാതെ ലാഭമല്ല റേറ്റ് ഒരിക്കലും നിങ്ങൾ ഞങ്ങൾക്ക് തരണ്ട. ഓക്കെ. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ മറന്നു. ഞാൻ എന്നുവെച്ചാൽ ഒരു പിന്നെ കെട്ടിടത്തിൻ്റെ തേപ്പ് പോയി നോക്കിയില്ലേ. എന്ന് വെച്ചാൽ ഞാൻ അതിന് 1.15 പറഞ്ഞു. അതിൽ പണി കിട്ടാൻ വേണ്ടി അതിൽ ഞാൻ അത് 1.5 ഞാൻ ലാസ്റ്റ് പറഞ്ഞു. 10 രൂപ കുറച്ച് കാണ്ട് അതിൻ്റെ ആൾ ഇപ്പോൾ പറഞ്ഞത് 80,000 രൂപയാണ് ബംഗാളികൾ പറഞ്ഞേക്കണേ. അപ്പോൾ 80,000 പറയുമ്പോൾ എനിക്ക് ലാഭത്തിനല്ലേ ഞാൻ കൊടുക്കുക. എന്ന് വെച്ചാൽ ഒരു പൈസ അല്ല ആളാണ്, അയാൾക്ക് കുറേ കച്ചവട സ്ഥാപനം ഇല്ല ഒരാളാണ്. അപ്പോൾ ഇവിടെയൊക്കെ പോയിങ്ങാണ്ട് പിന്നെ സാധനം മേടിക്കണമെങ്കിൽ ബംഗാളികൾ വല്ല കേങ്ങോ അല്ലെങ്കിൽ വല്ല ചിക്കനോ മേടിച്ചുകൊണ്ട് അവർ റൂമിൽ അത് കുത്തി കലക്കിക്കാണ്ടാണ് അവർ പിന്നെ ഉണ്ടാക്കൽ. ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് ഇതേമാതിരി ബിൽഡിങ്ങിൻ്റെ ആൾ കേൾക്കാൻ വേണ്ടിയാണ് ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് പണി ഉണ്ടെങ്കിലുള്ളൂ നിങ്ങളെ കടയിൽ വന്നുകാണ്ട് ഞങ്ങൾ സാധനം മേടിക്കുക. അതിന് ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് പണി വേണം, നാളെ പൈസ ഉണ്ടാക്കുക. ആ ഒരു ഓർമ്മ എല്ലാവർക്കും വേണം.